എഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിന്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്നാണ്. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഹിസ്റ്ററി എന്നറിഞ്ഞിരിക്കണം. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ടൂൾ യൂസ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും ഇതൊക്കെ ഒരു ഹിസ്റ്ററി ആയിട്ട് ഫോട്ടോഷോപ്പ് കീപ്പ് ചെയ്യും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകാം. ഈ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ അൺഡു ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റീഡു ചെയ്യുമ്പോഴും വരുന്നത്. അതായത് ഓരോ തവണ അൺഡു ചെയ്യുമ്പോഴും ഫോട്ടോഷോപ്പ് ഹിസ്റ്ററി ഓരോ തവണ ബാക്കിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഹിസ്റ്ററി ടാബ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്, അതായത് ഹിസ്റ്ററിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഈ ടാബ് നിങ്ങളുടെ കയ്യിൽ ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ ചെയ്യുന്നത് പോലെ വിൻഡോസ് എന്ന മെനുവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഹിസ്റ്ററി ടാബ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വരുത്തിയിട്ടുള്ള ഈ ചേഞ്ചുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ടൂള് അല്ലെങ്കിൽ വരുത്തിയ ചേഞ്ച് അതിൻ്റെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത് നോക്കിയിട്ട് ഏത് ചേഞ്ച് തുടങ്ങിയാണോ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടത് ആ ചേഞ്ചിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത പാറ്റേൺ ടൂളിൻ്റെ ചേഞ്ചസ് റിവർട്ട് ആകുന്നത് നമുക്ക് കാണാം. ഇവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ പാറ്റേൺ ടൂൾ യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പാറ്റേൺ ടൂൾ കംപ്ലീറ്റ് റിമൂവ് ആവും. നമ്മൾ ഏറ്റവും അടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുത്തിയ ചേഞ്ചിലേക്ക് അത് എത്തും. അപ്പോൾ നമുക്ക് തിരിച്ച് ഹിസ്റ്ററി ബ്രഷിലേക്ക് വരാം. നമ്മൾ ഈ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ റിവേർട്ട് ചെയ്ത് അത് മുന്നേ ഏത് ഫോമിലായിരുന്നോ ആ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫോമിലേക്ക് നമുക്കൊരു ബ്രഷ് വെച്ച് മാച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി ടൂൾ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹിസ്റ്ററി ബ്രഷ് എടുത്ത് നമ്മുടെ ഇമേജിൻ്റെ മുകളിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നോ അത്രയും ഭാഗത്ത് ആ ചേഞ്ച് റിവേർട്ട് ചെയ്ത് ആദ്യം ഏതവസ്ഥയിലുണ്ടായിരുന്നോ അതിലേക്ക് എത്തിക്കും. ഞാൻ അവിടുന്ന് അൺഡു ചെയ്ത് ആ ചേഞ്ചസ് ഒക്കെ റിവേർട്ട് ചെയ്തു. നമ്മൾ ഈ കാണുന്ന ലിസ്റ്റിൽ എല്ലാ ലിസ്റ്റ് ഐറ്റത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലെവല് ഏതാണോ അതിലായിരിക്കും ബ്രഷ് ടൂൾ ആക്റ്റീവ് ആകുക. ഉദാഹരണത്തിന് നമ്മൾ ഈ വരുത്തിയ ചേഞ്ചിൽ, അതായത് ഈ സ്ത്രീയുടെ മുഖത്ത് പാറ്റേൺ വരച്ചതിൽ നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യേണ്ട, അതിന് പകരം നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് വരച്ച ആ പോർഷൻ മാത്രം റിമൂവ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുൻപ് ചെയ്ത ലെവലിൽ ബ്രഷ് ടൂൾ ആക്റ്റീവ് ആക്കുക. ഇനി നമ്മൾ ഹിസ്റ്ററി ബ്രഷ് വെച്ച് മായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ടെക്സ്ചർ പോകില്ല. അതിനുശേഷം നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ആയിട്ടുള്ള ഒപ്പാസിറ്റി കുറച്ച് വരച്ചിട്ടുള്ള പാർട്ട് മാത്രമേ പഴയ സ്റ്റേറ്റിലേക്ക് പോകൂ. ഞാനിവിടെ മായ്ച്ചു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാനായിട്ട് സാധിക്കും, അതായത് ബ്രഷ് നെറ്റിയിലേക്ക് കയറുന്നുണ്ടെങ്കിലും ആ പോർഷൻ ഇറേസായി പോകുന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഹിസ്റ്ററി ടൂൾ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ആർട്ട് ഹിസ്റ്ററി ടൂൾ ബ്രഷും സിമിലർ ആണ്, പക്ഷേ ബ്രഷ് വരുന്ന മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു തരം ഫിൽറ്റർ പോലത്തെ ബ്രഷാണ് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് എടുക്കുമ്പോൾ വരുന്നത്. കണ്ടോ, നമുക്ക് ആ ബ്രഷിൻ്റെ ചേഞ്ച്, ബ്രഷ് അവിടെ വരുത്തുന്ന ചേഞ്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഓയിൽ പെയിൻറ്റിങ് ഫിൽറ്ററൊക്കെ പോലെയാണ് ഈ ബ്രഷ് ആക്ട് ചെയ്യുക. അധികം ആരും യൂസ് ചെയ്യാത്ത മറ്റൊരു ഫോട്ടോഷോപ്പ് ടൂളാണ് ആർട്ട് ഹിസ്റ്ററി ബ്രഷ്.